ഇവിടെ ഒരു പെണ്ണ് അവളുടെ അച്ഛൻ പുതിയതായി വാങ്ങിക്കൊടുത്ത ഫോണിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോട്ടോ എടുത്തു നോക്കുമ്പോൾ അതിലൊരു പിച്ചക്കാരനും പെട്ടിട്ടുണ്ട്. അത് സൂം ചെയ്തു നോക്കിയാൽ ഇവളുടെ അച്ഛന്റെ പോലെ തന്നെയുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവളുടെ അച്ഛൻ തന്നെയാണ്. നടക്കാൻ കഴിയാത്തതുപോലെ കാലുകൾ തമ്മിൽ കെട്ടിവെച്ച് റോഡിൽ പിച്ച എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ഷോക്കായി. കാരണം ഇവളുടെ അച്ഛൻ ഒരു വലിയ ബിസിനസ് മാൻ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ പിച്ച എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരെ പോയി അയാളുടെ മുമ്പിൽ നിന്നു. ഇയാൾ ഏതോ ഒരു പെണ്ണ് വന്ന് മുമ്പിൽ നിൽക്കാണെന്ന് വിചാരിച്ച് മുകളിലേക്ക് നോക്കിയതും അത് അവന്റെ മകളാണെന്ന് കണ്ടത് മുഖം പൊത്തിവെച്ചു. യൂട്ടേൺ എടുത്ത് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആയി. ആ പെണ്ണ് അവളുടെ അച്ഛൻ എഞ്ഞു പോകുന്നത് ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോ പോലും അവളുടെ അച്ഛൻ എന്തിനാണ് പിച്ച എടുക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ഇയാളും ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി ആരെങ്കിലും ചുറ്റിലുമുണ്ടോ എന്ന് നോക്കിയിട്ട് ഇന്ന് കിട്ടിയ ക്യാഷ് എല്ലാം എടുത്തിട്ട് വേഷം മാറി കാറിൽ കയറിയിരുന്നു നോക്കിയാൽ ഇയാളുടെ മകളും വന്ന് കാറിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് വെറും പാർട്ട് ടൈം ആണ്, ഇതൊന്ന് ആലോചിച്ച് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കുള്ള ജോലി എന്താണെന്ന് ചോദിച്ചതോ അത് പറയാൻ പറ്റാതെ വിഷമിക്കുന്നത് കണ്ടതും ആ പെണ്ണും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ വീണ്ടും വേറൊരു റോഡിൽ ഇരുന്ന് പിച്ച എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും അവള് കണ്ടു. അപ്പൊ ആരോ രണ്ടുപേര് വന്നേ ഇയാളുടെ കാലിൽ കെട്ടിവെച്ചിരുന്ന തുണി മാറ്റി. ഇയാൾ നുണ പറഞ്ഞാണ് പിച്ച എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് ചുറ്റിലും കൂടി നിന്നവരും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തെറ്റ് ചെയ്താലും സ്വന്തം അച്ഛനല്ലേ, അവളെ കൊണ്ട് അത് സഹിക്കാൻ പറ്റുന്നില്ല. അയാളെ രക്ഷിക്കാൻ അടുത്തേക്ക് വന്നു. അപ്പൊ ഏതോ ഒരു ലേഡി ആ കൂട്ടത്തിൽ നിന്ന് അവനെ കണ്ടതും ഫാദർ നിങ്ങൾ എന്തിനാണ് പിച്ച എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു വന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ഇയാൾ റോഡിൽ പിച്ച എടുത്തിട്ടാണ് ഒരു ഓർഫനേജിലുള്ള പിള്ളേർക്ക് ചിലവിന് കൊടുക്കുന്നത്. അത് ആ ലേഡി വഴി എല്ലാവർക്കും മനസ്സിലായി. അതറിഞ്ഞത് ഇത്ര നേരമായിട്ട് അയാളെ കള്ളനാണെന്ന് വിചാരിച്ചിരുന്നവരും അയാളെ ഹീറോയെ പോലെ കാണാൻ തുടങ്ങി. ഇവളോ അച്ഛനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് വിചാരിച്ച ഫീലായി നിൽക്കാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി. അതോടെ ഇയാൾക്കും കോടിക്കണക്കിന് ഡൊണേഷൻ കിട്ടാൻ തുടങ്ങി. എന്നാൽ ക്ലൈമാക്സിൽ നോക്കിയാൽ ഈ ലേഡി അവന്റെ ഈ ബിസിനസിന്റെ പാർട്ട്ണറാണ്. രണ്ടുപേരും ക്യാഷ് ഉണ്ടാക്കാനാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.